കൂടുവാൻ മൈലാഞ്ചി മൊഞ്ചൊന്നു കാണുവാൻ എത്ര വട്ടം ചിലങ്കകൾ മെല്ലെ കൊഞ്ചി എന്നും പൊന്നമ്മയെ വിളിച്ച് നമ്മുടെ ജയന്മോൻ വന്നിട്ടുണ്ട്. എന്തോയ് എല്ലാവരും പോയോ? ജയൻ ചേട്ടാ പോയോ? അയ്യോ എന്ന് പറയുന്നുണ്ട്. സ്പാർക്കേ പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷം? എൻ്റെ ബിന്ദു ചേച്ചി ഏലക്ക മുതലാളി ഇളം മഞ്ഞ് ആണോ? ആഹാ, അതെന്താണ് ഏലക്ക മുതലാളി ഇളമഞ്ഞും കുള്ളിരുമായിട്ട് എന്താ ബന്ധം? കത്തുന്നില്ലല്ലോ ജയൻമോനെ. പിന്നെ 42ാമത്തെ ലൈക്ക് തന്നിട്ടുണ്ട് നമ്മുടെ ജയൻമോൻ സ്നേഹം തരുന്നുണ്ട്. ആ സ്നേഹം ഞാനിങ്ങെടുത്തു. എന്താ ഏലക്ക മുതലാളി? ഞാൻ കരുതി നേരത്തെ ടൈപ്പ് മാതാവ് ചതിച്ച് വിഷമത്തിൽ ടൈപ്പ് മാതാവ് എപ്പോൾ ചതിച്ച്? ആണോ? പാട്ട് പറ ജയമോനെ. അവിടെ നിൽക്കുന്നവരൊക്കെ വന്ന് പാട്ട് പറഞ്ഞേ. കുഞ്ഞു പോയോ? എടാ ജയമോനെ, കുഞ്ഞു പോയി. കുഞ്ഞി അത് ഡിലീറ്റ് ആക്കിയമ്മ. എൻ്റെ ബിന്ദുന്നായിപ്പോയി. ആ, അതാ ഞാൻ കളിയാക്കിയെന്ന് പറഞ്ഞത്. ആണോ? ആ, ഞാൻ ശ്രദ്ധിച്ചില്ല മോനെ. എനിക്ക് ഒരാൾ വിളവെടുക്കുമ്പോൾ 1 കിലോ ഏലക്ക തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇടുക്കിയിലുള്ള യൂട്യൂബർ ക്ലാര എന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? അത്ര വിലയൊന്നുമില്ല. നമ്മൾ ഈ ഇച്ചിരിച്ച് മേടിക്കുന്ന ഏലക്കയുടെ വിലയൊന്നുമില്ല. ഇടുക്കി പോയി 1 കിലോ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയണ വിലയൊന്നുമില്ല. നിസാര വിലയ്ക്കാണ് കൊടുക്കുന്നത്. അതിൻ്റെ കൃഷി സ്ഥലത്തു നിന്ന് ആ ഒരു മുതലാളിയാണ് നിസാര വിലയെ കിട്ടുന്നുള്ളൂ. അതല്ലേ ഇടനിലക്കാരാണ് പൈസ മുഴുവൻ കൊണ്ടുപോകുന്നത്. ആ സിനിമയിൽ ലാലേട്ടനാണ് ഏലക്ക മുതലാളി എൻ്റെ ബിന്ദു ചേച്ചി എന്ന് പറയുന്നത്. ആണോ? ആഹാ, അത് ശരി. അവൾ പോയി വരട്ടെ അമ്മേ. കുറവുണ്ടെങ്കിലും തവണ മുടക്കം അവളാ ചെയ്യുന്നില്ല. മാന്യാണ് അമ്മേ. അവൾ പോയി വരട്ടെ അമ്മേ. കുറവുണ്ടെങ്കിലും തവണ മുടക്കം അവളാക്കുന്നില്ലല്ലോ, ചെയ്യുന്നില്ലല്ലോ. മാന്യാണ് അമ്മേ കുഞ്ഞി എന്ന് പറയുന്നത്. എന്നാലും അവളിവിടെ വേണ്ടേ? ആഷാഢമേഘങ്ങൾ നിഴലുകളെറിഞ്ഞു, വിഷാദ ചന്ദ്രിക മങ്ങിപ്പടർന്നു. വിരഹം വിരഹം രാവിനു വിരഹം രാഗാർദ്രയാം കിളിത്തേങ്ങിത്തളർന്നു. അമ്മ ഇവിടെ കിലോയ്ക്ക് 900 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു. അതേ മോനെ, അവിടെ ഈ കൃഷിക്കാർക്ക് നിസാര പൈസയ്ക്കാണ് ഇവർ വിൽക്കുന്നത് കേട്ടോ. ഇവിടെ നിന്ന് വൃത്തിയോടാക്കാതെ വേഗം വരട്ടെ അമ്മേ. തപസ്സാണ് ഇപ്പോൾ. അതാണോ ഉദ്ദേശിച്ചത്? ഓക്കെ ഓക്കെ ഓക്കെ. അയ്യോടാ, അതൊക്കെ മാറി. പാട്ട് പറയുന്നുണ്ടോ? അത് ഞാൻ പോണോ? എന്താ ചെയ്യണ്ടേ? പാട്ട് പറഞ്ഞില്ല ഞാൻ പോകും. 7 പേരിൽ ആരെങ്കിലും ലൈക്ക് അടിക്കാനുള്ളവരുണ്ടല്ലോ. അവിടെ 2 പേര് ലൈക്ക് അടിച്ചിട്ടില്ല. 7 പേരിൽ അത് ആരൊക്കെയാണ്? ആ 2 പേരൊന്ന് ലൈക്ക് അടിച്ചേ. 44 ആവട്ടെ. കാലകയൻ വന്നിട്ടുണ്ട് 44ാമത്തെ ലൈക്കുമായിട്ട്. കാലകയ ഒറ്റക്കാലിൽ നിന്നാണ് തപസ് ചെയ്യുന്നത്. അതോ ഇരുന്നാണോ? ഇരുന്നായിരിക്കും. ഒറ്റക്കാലിൽ തപസ് ചെയ്യേണ്ട പ്രായമൊന്നും ആയിട്ടില്ലാത്തതുകൊണ്ട് ഇരുന്നാണ്. പണ്ടൊരു രാജാവിൻ്റെ കൊട്ടാരത്തിലെ ശില്പി, മന്ത്രവാദം പഠിച്ചൊരു മായാജാല ശില്പി. എൻ്റെ ബിന്ദു ചേച്ചി, ഞാൻ കുറച്ച് ജോലിയിലാണ്, കേൾക്കുന്നുണ്ട് എന്ന് പറയുന്നൊരു JCB ആണോ? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ട്രെയിനും JCB ഭയങ്കര അത്ഭുതമാണ്. എന്നും എപ്പോഴും ട്രെയിൻ ഇങ്ങനെ എന്തൊരു അത്ഭുതമല്ലേ. അതുപോലെ തന്നെ JCB. എനിക്കത് രണ്ടും ഭയങ്കര ഇഷ്ടമാണ്. എനിക്കത് ചെയ്യാമായിരുന്നു സൂര്യചേട്ടാ. പക്ഷെ അവസ്ഥ ഇപ്പം പറ്റാത്തോണ്ടിരുന്നാണ് തപസ്.